ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യം 91. എന്നാൽ യേശു എന്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 547 മുതൽ 550 വരെയുള്ള ഖണ്ഡികകളിൽ ഇപ്രകാരം പറയുന്നു: യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ദൈവരാജ്യം ആരംഭിക്കുകയാണെന്ന് കാണിക്കുന്ന അടയാളങ്ങളായിരുന്നു. അവിടുത്തേക്ക് മനുഷ്യവംശത്തോടുള്ള സ്നേഹം അവ പ്രകടിപ്പിച്ചു. അവിടുത്തെ ദൗത്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. യേശു നടത്തിയ അത്ഭുതങ്ങൾ തൻ്റെ തന്നെ ഔന്നത്യം വർദ്ധിപ്പിക്കുന്ന മാജിക്കിൻ്റെ പ്രകടനങ്ങളായിരുന്നില്ല. അവിടുന്ന് ദൈവത്തിൻ്റെ സൗഖ്യദായക ശക്തിയിൽ നിറഞ്ഞവരായിരുന്നു. താൻ മിശിഹ ആണെന്നും ദൈവരാജ്യം തന്നിൽ തുടങ്ങുന്നുവെന്നും അത്ഭുതകൃത്യങ്ങളിലൂടെ അവിടുന്ന് വ്യക്തമാക്കി. അങ്ങനെ പുതിയ ലോകത്തിൻ്റെ ഉദയം അനുഭവിക്കുക സാധ്യമായി തീർന്നു. അവിടുന്ന് ആളുകളെ വിശപ്പിൽ നിന്നും അനീതിയിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിമോചിപ്പിച്ചു. പിശാചുകളെ പുറത്താക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ ഭരണാധികാരികൾക്കെതിരെ വിജയപൂർവ്വം മുന്നേറി. എന്നാലും യേശു ലോകത്തിൽ നിന്ന് എല്ലാ ദൗർഭാഗ്യങ്ങളും തിന്മയും മാറ്റിക്കളഞ്ഞില്ല. പ്രധാനമായി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിച്ചത്. അവിടുത്തെ പ്രധാന താല്പര്യവും വിശ്വാസമായിരുന്നു. അത് അവിടുന്ന് അത്ഭുതകൃത്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. വീണ്ടും യുക്യാറ്റ് 241, 242 എന്നീ ഭാഗങ്ങളിൽ ഇതിന് സമാനമായ ചിന്ത നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ചില വചനങ്ങൾ. മർക്കോസ് 7:37. അവർ അളവറ്റ് വിസ്മയിച്ച് ഇങ്ങനെ പറഞ്ഞു: അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ സഹോദരങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും നിന്നെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും അങ്ങനെ ഞങ്ങളിലൂടെ നിൻ്റെ സ്നേഹവും കരുണയും അവർ മനസ്സിലാക്കുന്നതിനും ഇടയാകട്ടെ. ആമേൻ.